പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീവ്രത അതിന് കുറഞ്ഞു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. 1 Thessalonians 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതാ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഇപ്പം ആത്മാവിന് ഒരു ടെൻഡൻസി ഉള്ളത്, പെട്രോൾ വെയിലത്ത് വെച്ചിരുന്ന ആവിയായി പോകത്തില്ലേ, അളവിലും കുറവുണ്ടാവും. നമ്മൾ ഈ വലിച്ചു കെട്ടിയ ലൈൻ കമ്പിയിൽ വല്ല ഓലമടല, വല്ല തെങ്ങ്, വല്ല ഈ വൃക്ഷത്തിൻ്റെ കമ്പ വീണ് കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകത്തില്ലേ. അതുപോലെ തന്നെ ദൈവാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് ലോകാരൂപി മുട്ടിയാലും ചോർച്ച ഉണ്ടാകും. ലോകാരൂപി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 5:19 എടുത്ത് ഗലാത്യർ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ നിങ്ങളൊന്ന് ചിന്തിക്കണേ. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ തുല്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇതാണ് ഈ പ്രസരണ നഷ്ടം ഉണ്ടാക്കുന്നത്. ദൈവാരൂപി നമ്മുടെ ഉണ്ടെങ്കിലും ഈ ലോകാരൂപി വന്ന് മുട്ടിക്കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകും. എന്താണ് അത്? 1 Thessalonians 5:19 അനുസരിച്ച് വീര്യം ശക്തി പോകും പരിശുദ്ധാത്മാവിൻ്റെ. പരിശുദ്ധാത്മാവ് ലോകാരൂപിയെ കൊണ്ട് പ്രസരണ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് ബാക്കി ഉണ്ടാകത്തില്ല. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ക്രിസ്ത്യ ജീവിതം നയിക്കും എന്ന് ചോദിച്ചാൽ കർത്താവ് അതിന് ഉത്തരം പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കത്തില്ലേ. നിർവീര്യമാക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയല്ല ചെയ്യണത്, വീര്യപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറയുമ്പോൾ തന്നെ 1 Thessalonians 5:19 പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കരുത് എന്ന് പറയുമ്പോൾ ആ കർമ്മം ചെയ്യണത് ആരാണ്? അത് നമ്മളല്ലേ. അപ്പോൾ അതിന് ചെയ്യേണ്ട മാർഗം, നമ്മളാണ് നിർവീര്യമാക്കണമെങ്കിൽ നമ്മൾക്ക് അതുപോലെ തന്നെ വീര്യപ്പെടുത്താനും പറ്റും. നമ്മൾ ആത്മാവിനെ വീര്യപ്പെടുത്താൻ വേണ്ടി നിലപാടെടുത്തിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ നിർവീര്യമാക്കരുത് എന്നുള്ളത് അപ്രസക്തമായി പോകും. ആധ്യാത്മിക വിഷയം അങ്ങനെയാണ് കൈകാര്യം ചെയ്യണത്. ഭക്താവിനോട് ചോദിച്ചില്ല ആ ചോദ്യം അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചോദിച്ചില്ലേ. അപ്പോൾ മനുഷ്യർക്കിത് അസാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. അവധി നിലനിർത്താൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്താ പഠിപ്പിച്ചത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്.